ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നല്ലൊരു ദിവസം കൂടി അരുമനാഥൻ നമുക്ക് സമ്മാനിച്ചതുകൊണ്ട് ഈ ദിവസത്തെ സുന്ദരമാക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ഭക്തിക്കും ദൈവത്തോടുള്ള നമ്മുടെ പറ്റുമാനത്തിനും കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൽ നമ്മെ തന്നെ ഒരുക്കി പ്രാർത്ഥനാ പുരസ്സരം ഈ ദിവസത്തിൻ്റെ നന്മകളെ നമ്മളിലേക്ക് പകർന്നെടുക്കേണ്ടതിന് ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ തുടരാനൊരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതിലുപരി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനും അനുദിന ജീവിതത്തിന് വേണ്ടതെല്ലാം സ്വർഗത്തിൽ നിന്ന് നൽകിത്തന്ന് ഭക്തിയാദരപൂർവ്വം നമ്മെ നടത്തുവാൻ ഓരോ ദിവസവും തൻ്റെ ദിവ്യാത്മാവിനാൽ നമുക്ക് പ്രചോദനങ്ങൾ തരുന്ന മഹാദൈവത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഇന്ന് പഴയ നിയമഭാഗത്ത് നിന്ന് സുപരിചിതമായിരിക്കുന്നൊരു വേദഭാഗത്തെ അടർത്തിയെടുത്ത് അതിനകത്തെ അന്തസത്തയെ ആത്മാവിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. വിശുദ്ധ തിരുവെഴുത്തിലെ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 23-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ചിന്തയ്ക്കായി വായിച്ചു കേൾപ്പിക്കുന്നു. 1 ശമൂവേൽ 23-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അനന്തരം ശൗലിൻ്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി, അവനോട്, ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനും ആയിരിക്കും. അത് എൻ്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. ദാവീദിനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. സിംഹാസനത്തിലേക്ക് കിരീടധാരിയായി ഒരു രാഷ്ട്രത്തിൻ്റെ രാജാവായിരിക്കാൻ വേണ്ടി സ്വർഗസ്ഥനായ ദൈവം ഇശ്ശായി കുടുംബത്തിൽ കണ്ടുവച്ച ശമൂവേലിനെ പറഞ്ഞയച്ച് അഭിഷേകം ചെയ്ത് പുറത്തിറക്കിയ ദാവീദ് എന്ന ഇസ്രായേലിൻ്റെ രാജാവിനെ സർവശക്തനായ ദൈവം കാട്ടിലും കൊടുങ്കാട്ടിലും മരുഭൂമിയിലും എല്ലാം ഇട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സുദീർഘമായ വർഷം ട്രെയിനിങ് പീരീഡ് പോലെ വീട് വിട്ട് കാട്ടിൽ കിടന്ന് ദൈവീകമായിരിക്കുന്ന സമ്പർക്കം കൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ പെടുത്തി കൊടുക്കാതെ വാടരാകുന്നത് പോലെ ഓരോ ദിവസവും പ്രതിസന്ധിയും പ്രതികൂലവുമാകുന്ന വലിയ കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്തൂടെ അടിച്ചെടുത്ത് അല്ലെങ്കിൽ ശോധന കഴിച്ചെടുത്ത് ദൈവമായ കർത്താവ് അവനെ ഒരുക്കുന്ന കാലഘട്ടം. സീഫ് മരുഭൂമിയിൽ ദാവീദ് കാട്ടിൽ പാർക്കുകയാണ്. ശൗല് കുറച്ച് നാളുകളായി എല്ലാ പണിയും മാറ്റിവെച്ച് ദാവീദിനെ തപ്പി നടക്കുന്ന കാലഘട്ടം. അങ്ങനെ കാട്ടിൽ പലവട്ടം ദാവീദ് ഉണ്ടെന്ന് ശൗലിനറിയാം. സീഫ് മരുഭൂമിയിലെ ഏതോ ദുർഗങ്ങൾ താവളമാക്കിക്കൊണ്ട് ദാവീദ് അതിനകത്ത് ജീവിച്ചു പോരുന്നു എന്നുള്ള അറിവ് ശൗലിനും കൂട്ടർക്കും കിട്ടി. രാജാവായിരിക്കുന്ന ശൗല് പരിവാര സമേതം സായുധ സന്നാഹത്തോടെ പട്ടാളത്തെ ഇറക്കി കാട് മുഴുവൻ അരിച്ചു പിറക്കിയിട്ടും ദാവീദിനെ അവർ കണ്ടില്ല. കാണാത്തതിൻ്റെ കാരണം 14-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവം അവനെ ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ വേദപുസ്തകത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കരുത്തു പകരുന്നതാണ്. എങ്ങനെ പീഡനം സഹിക്കുന്ന ശത്രുഭയത്തോടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വിരോധത്തോടുകൂടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ദുഷ്ടജനത്തിന് മുമ്പിൽ ഭയത്തോടെ ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വാക്യങ്ങൾ ഭയങ്കര ബലം നൽകുന്നതാണ്. കാരണം ആര് എന്തെല്ലാം തന്ത്രങ്ങൾ ഏതൊക്കെ വിധത്തിൽ കെണിയൊരുക്കുന്നത് പോലെ ഒരുക്കി വെച്ചാലും സർവശക്തനായ ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ ആർക്കും പിടിക്കാൻ കഴിയത്തില്ല എന്ന സത്യം ഒന്നിലധികം പ്രാവശ്യം തിരുവെഴുത്തിലൂടെ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ബൈബിളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആര് തപ്പി നടന്നാലും ആര് തകർക്കാൻ നോക്കിയാലും സ്വർഗത്തിലൊരു കൺട്രോളുണ്ട്. ആ ദൈവം സമ്മതിക്കാതെ ആരും ആരുടെ പിടിയിലും ചെന്ന് പെടിയേല. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ശൗല് തപ്പിയിട്ടും കാണാത്ത ദാവീദിനെ ശൗലിൻ്റെ മകൻ യോനാഥാൻ ഈ കാട്ടിൽ ചെന്ന് ഒരു പരിവാരവുമില്ലാതെ ഒരു സൈന്യ സന്നാഹവുമില്ലാതെ ആരുടെയും കൂട്ടില്ലാതെ ഒരു കൂർമ്മബുദ്ധിയുമില്ലാതെ ഒരു രാജകീയ തന്ത്രമോ പട്ടാളത്തിൻ്റെ ശ്രദ്ധയോ ഇല്ലാതെ ഒരു സാധാരണ സ്നേഹിതനെ പോലെ കൊട്ടാരത്തിൽ നിന്ന് കാട്ടിൽ ചെന്ന് ദാവീദിനെ കാണുന്ന രംഗമാണ്
ഈ എഴുത്തുകാരൻ തിരുവെഴുത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ദാവീദും യോനാഥാനും തമ്മിലുള്ള കളത്ര പ്രേമം എന്നാണ് എഴുതിയിരിക്കുന്നത്. നിഷ്കളങ്കമായ പരമാർത്ഥമായ സ്നേഹം. ആ വലിയ സ്നേഹം അതും നമ്മുടെ ഹൃദയത്തിൽ തീ കോരിയിടുന്നത് പോലെയാണ്. ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരമ്മയുടെ മക്കളല്ല, ഒരു കുടുംബത്തിൽ ജനിച്ചവരല്ല. സാഹചര്യം കൊണ്ട് രണ്ടും രണ്ടറ്റത്താണെങ്കിൽ പോലും സ്നേഹം കൊണ്ട് ഒരു മെയ്യാണെങ്കിലും ഇരുമെയ്യാണെങ്കിലും മനസ്സൊന്ന് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു നിലവാരത്തിൽ ജീവിച്ചു പോന്ന രണ്ട് പ്രിയർ. ആ യോനാഥാൻ കാട്ടിൽ ചെന്ന് ദാവീദിനെ കാണുകയാണ്. അവിടെ ചെന്ന് കാണുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു പ്രയോഗമാണ് ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ എടുത്തിരിക്കുന്നത്. യോനാഥാൻ അവിടെ ചെന്നിട്ട് ദാവീദിനൊന്നും കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. പലരും ദാവീദിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ മലര്, ആഹാരം, പാൽക്കട്ട ഇങ്ങനെ പലതും കൊണ്ട് കൊടുത്തതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ യോനാഥാൻ കൊട്ടാരത്തിൽ നിന്നാണ് വന്നത്. ഏത് കൊട്ടാരത്തിൽ നിന്ന് ഭീഷണിയും ഏത് കൊട്ടാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും ഉണ്ടായോ അതേ കൊട്ടാരത്തിനകത്ത് നിന്ന് തന്നെ സ്വർഗസ്ഥനായ ദൈവം സാന്ത്വനിപ്പിക്കുവാനും സമാധാനിപ്പിക്കുവാനും ആളെ അയക്കുന്ന ദൈവമാണ്. ഏലിയാവിൻ്റെ കാക്കയെക്കുറിച്ച് ആരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഒരിടത്തും അപ്പമില്ല, ക്ഷാമമാണ്, എങ്ങും ആഹാരമില്ല, ഹോട്ടലുകളില്ല. ഹോട്ടലൊന്നും അന്നില്ലെന്ന് എനിക്കറിയാം. ഒരു വീട്ടിലും തീ പുകയുന്നില്ല. കാരണം 3.5 കൊല്ലമായിട്ട് മഴ പെയ്യാത്തത് കൊണ്ട് ഇന്നത്തെ സാഹചര്യമല്ല. കൃഷിയും വിതയും കൊയ്ത്തുമുണ്ടെങ്കിലേ ആഹാരമുണ്ടാകുകയുള്ളൂ. ഇതൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന കാലത്ത് കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നത് ആ കാലത്ത് സാധ്യതയുണ്ടെങ്കിൽ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ മാത്രമേ ഇറച്ചിയും അപ്പത്തിനും സാധ്യതയുള്ളൂ എന്ന് ഏതോ പ്രഭാഷകൻ്റെ നിർമ്മല മനസ്സുകൊണ്ട് ദൈവത്തെ ഉയർത്താൻ വേണ്ടി പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രഭാഷണ വാക്കിതാണ്: ഏത് കൊട്ടാരത്തിൽ നിന്നാണോ ദൈവത്തിന് വിരോധമായി ശക്തമായിരിക്കുന്ന ദുഷ്ടപ്രവർത്തികൾ നടത്തിയത്, ഏലിയാവിനെ തപ്പിയിറങ്ങാനും ഏലിയാവിനെ ഇല്ലാതാക്കാനും ഏത് കൊട്ടാരത്തിൽ നിന്നാണോ രാജകോപം ഇറങ്ങിയത്, ആ കൊട്ടാരത്തിൽ നിന്ന് തന്നെ കാക്ക ആഹാരം കൊണ്ട് കൊടുക്കുന്നൊരു പ്രവണത അത്യത്ഭുതമായി പ്രഭാഷകൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ എത്രയോ ആശ്ചര്യമാണ് ദൈവത്തിൻ്റെ കരുതൽ. ലോകത്തിലെ ദൈവജനത്തിനും ദൈവമക്കൾക്കും വിരോധമായി പുറപ്പെടുവിക്കുന്ന കൽപ്പനകളും ഇല്ലാതാക്കൽ നിയമങ്ങളും എല്ലാം പുറപ്പെടുവിക്കുന്ന കൊട്ടാരത്തിൽ നിന്ന് തന്നെ കരുതാനും സ്വാന്തനിപ്പിക്കുവാനും ഉള്ളു നിറയ്ക്കാനും വയറ് നിറയ്ക്കാനും എല്ലാം ആളെയും ആഹാരവും കരുതുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ചെറുതായിട്ടൊന്നുമല്ല ബലപ്പെടുത്തുന്നത്, ശക്തമായിട്ടാണ്. എവിടെ നിന്ന് നിനക്കെതിരെ നിന്നെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ അത് ക്ഷുദ്രപ്രയോഗം അടക്കമുള്ളതാണെങ്കിലും നീ വിചാരിച്ചോ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന നിയമം എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് തന്നെ നിന്നെ ഉറപ്പിച്ചു നിർത്താനും പുറത്തു കൊണ്ടുവരുവാനും ശക്തീകരിക്കാനുമുള്ള ബലപ്പെടുത്തുന്ന ദൂതുമായി ആളെ അയപ്പാനും സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഏറ്റവും ശക്തമായ കാര്യമാണ്. എൻ്റെ പ്രിയരെ, യോനാഥാൻ കാട്ടിലെത്തി. യോനാഥാൻ കാട്ടിലെത്തിയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യതാണ്: ദാവീദിനെ ധൈര്യപ്പെടുത്തി. അടുക്ക ചെന്നു അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. അവനോട് പറഞ്ഞ വാക്കാണ്: ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടിക്കാൻ കഴിയില്ല, അവന് പിടികിട്ടില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അതെൻ്റെ അപ്പൻ ശൗലിനും അറിയാം. അത്രയും വാക്കേ പറഞ്ഞുള്ളൂ. ഉള്ളു തകർന്ന് കാട്ടിൽ കിടക്കുന്ന ദാവീദിനെ ധൈര്യപ്പെടുത്തി. ഒന്നും കൊടുത്തില്ല, പാൽക്കട്ടയും കൊടുത്തില്ല, തേൻ കൂടവും കൊടുത്തില്ല. പിന്നെ എന്താ? ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ധൈര്യപ്പെടുത്താൻ ഒന്നും കൊടുക്കണ്ട. ഞാൻ നിങ്ങളെ രാവിലെ തോറും ശ്രമിക്കുന്ന ഏറ്റവും വലിയ ശ്രമം, തളർന്നിരിക്കുന്നവരെ, തകർന്നു പോയവരെ, ആരൊക്കെയോ ഇല്ലാതാക്കാൻ, ജീവിതം തകർക്കാൻ വെറും കടലാസ് ചുരുട്ടി എറിയുന്നത് പോലെ ചുരുട്ടി എറിയാൻ വേണ്ടി നിയമങ്ങൾ തപ്പി നിയമജ്ഞന്മാരെ കൂട്ടുപിടിച്ച് പണം മുടക്കി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ പെട്ടുപോയ ഇതുപോലത്തെ ദാവീദിനെ പോലെ എവിടെയോ ഒറ്റപ്പെട്ടു പോയവരെ ദൂരത്തിരുന്നു കൊണ്ട് ദൈവത്തിൽ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ ശ്രമമാണ് എല്ലാ ദിവസവും എൻ്റെ മനസ്സിനകത്ത് കിടക്കുന്നത്. രാവിലെ തോറും നിങ്ങൾ ധൈര്യപ്പെടുത്താൻ പറ്റിയാൽ
ഞാൻ ധന്യനായി. അത്രയേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് 10 മിനിറ്റ് പ്രസംഗം കൊണ്ട് നിങ്ങളെ സ്വർഗത്തിലെത്തിച്ചു എന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. പക്ഷേ വചനം കൊണ്ട് ദൈവത്തിൽ ധൈര്യപ്പെടുത്താൻ കഴിയുമെന്ന് ആയിരം വട്ടം അനുഭവിച്ചറിഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. ഒന്നുമില്ല, ഒന്നും വന്നപ്പോൾ കൊണ്ടുവന്നില്ല. കാക്ക വന്നതുപോലെ അപ്പോൾ ഇറച്ചിയില്ല. ആരോ കാണാൻ വന്നതുപോലെ കൈ നിറച്ച ആഹാരമില്ല. സഹോദരന്മാരെ തേടിപ്പോയ യോസേപ്പിൻ്റെ കയ്യിലിരുന്നത് പോലെ പൊതിക്കെട്ടുകളില്ല. പിന്നെയോ ദൈവത്തിൽ ധൈര്യപ്പെടുത്തുക, അതൊരു കൃപയാണ്. ഒന്നും കൊടുക്കാനില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 പേരെ ഈ ജൂൺ മാസത്തിൽ പറ്റുമോ? നിങ്ങൾക്കൊരു ശുശ്രൂഷയായിട്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? ഈ യോനാഥാൻ ചെയ്തതുപോലെ മനസ്സ് തകർന്ന് ജപ്തി വരും, ക്യാൻസറാണെന്ന് തോന്നുന്നു, കുഞ്ഞ് സ്തോത്രം ഈ അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് തോന്നുന്നു, ഇത് ഡിവോഴ്സിന് എത്തത്തുള്ളെന്ന് തോന്നുന്നു, ഇനി അകന്നു പോയവർ വിളിക്കത്തില്ലെന്ന് തോന്നുന്നു, അവരിനി ഒരിക്കലും കാണാൻ വരില്ല, അങ്ങനെ മനസ്സിനകത്തിരുന്ന തിരമാല ആഞ്ഞടിക്കുന്നത് പോലെ കടലിളകി നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കൊന്നും കൊടുക്കണ്ട. ദൈവത്തിൽ ധൈര്യപ്പെടുത്താൻ ഒരു കൃപ ദൈവത്തോട് ചോദിക്കാമോ? യൗവനത്തിൽ വിധവയായിപ്പോയ ഒരു സഹോദരിയെ, അല്ലെങ്കിൽ അനാഥരായിപ്പോയ കുഞ്ഞുങ്ങളെ, ആരൊക്കെയോ ചവിട്ടിക്കൂട്ടി ഒതുക്കി വെച്ച കർത്തൃദാസന്മാരിൽ ഒരാളെ യോനാഥാൻ ചെയ്തതുപോലെ ഒന്നും കൊടുക്കണ്ട ബ്രദറെ, ഒന്നും കൊടുക്കണ്ട സിസ്റ്ററെ. നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് തന്നെ കാണും, നിങ്ങളുടെ കുടുംബത്തിനകത്ത് കാണും, നിങ്ങളുടെ രാജ്യത്തിൽ കാണും. അനർത്ഥങ്ങളും അപകടങ്ങളും വേട്ടയാടുന്ന ഈ ലോകത്തിൽ ആർക്കാണ് ധൈര്യം വേണ്ടാത്തത്? ആർക്കാണ് സ്വാന്തനം വേണ്ടാത്തത്? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ലോകം സമ്പന്നതയുടെ മട്ടുപ്പാവിലാണ് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ തപ്പിയിറങ്ങിയാൽ ദൈവത്തിൽ ധൈര്യം കിട്ടേണ്ട ഒത്തിരി പേർ നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങളെ ആയുഷ്കാലത്ത് അവർ മറക്കില്ല. ആ സ്നേഹം ഒരിക്കലും പൊട്ടത്തില്ല. ഇത്രയും ചെയ്താൽ മതി, ദൈവത്തിൽ ധൈര്യപ്പെടുത്താൻ. സഹോദരങ്ങളെ, നിങ്ങളാരെങ്കിലും ഒറ്റപ്പെട്ടു പോയോ? നിങ്ങളാരെങ്കിലും ശത്രുഭീതിയിൽ മനം തകർന്നിരിക്കുകയാണോ? നിങ്ങൾക്കൊരിക്കലും ശുഭതയുണ്ടാകില്ല എന്ന് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയുകയാണോ? ഞാൻ നിങ്ങളെ തിരുത്തി പറയുന്നു, ദൈവത്തിൻ്റെ വചനം എടുത്തുകൊണ്ട്, ഇല്ല, ആ ശത്രുവിന് നിന്നെ പിടികിട്ടില്ല. നീ ഇന്നല്ലെങ്കിൽ നാളെ രാജാവാകും, നീ ഒരു സിംഹാസനത്തിലിരിക്കും. ഇത് നിന്നെ എതിർക്കുന്ന വിമർശിക്കുന്നവനും അറിയാം, നിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം നിന്നെ ദൈവം കണ്ടത് വെറുതെയല്ലെന്ന്. പിന്നെ ഇതൊരു പാഴ്വേലയാണ്, അവൻ്റെ പണിയായത്, അതുകൊണ്ട് അവൻ ചെയ്യുന്നതേ ഉള്ളൂ. നീ പേടിക്കരുത്, നീ ധൈര്യപ്പെടണം, നീ ദൈവത്തിൽ ധൈര്യപ്പെടണം. നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം നടക്കാൻ നീ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണം. ഒരു ദിവസം നീ രാജാവാകും. അന്ന് ഞാൻ നിൻ്റെ കൂടെ കാണും. യോനാഥാൻ്റെ സാന്ത്വന വാക്കുകൾ, 4 വാചകങ്ങൾ, അത് മതിയല്ലോ ഒരു മനുഷ്യൻ ധൈര്യപ്പെടാൻ. പറ്റുമെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്ക് തയ്യാറാകുക. തകർന്നിരിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, പേടിക്കരുത്, ദൈവം എന്തെങ്കിലും ചെയ്യും. ഇനി ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ലോകത്തിൽ ഭീഷണിയും ഭയവുമായി ആളുകളെ ഒതുക്കാൻ നടക്കുന്ന, ഇല്ലാത്ത വാചകങ്ങൾ പറഞ്ഞ്, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പറഞ്ഞ് ഉള്ളു കത്തിക്കുന്ന ഒത്തിരി പേര് കാണും. എന്നാൽ ദൈവത്തിൽ ചിലരെ ധൈര്യപ്പെടുത്തുന്ന യോനാഥാന്മാരും ഉണ്ടല്ലോ. ആ കൂട്ടത്തിൽ അടിയങ്ങളെ പെടുത്തണമേ, അതിനുള്ള കൃപ തരണമേ. ഈ ജൂൺ മാസത്തിൽ ചിലരെ കൂടെ ധൈര്യപ്പെടുത്താൻ, ദൈവത്തിൽ ധൈര്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആരുമില്ലാത്തവരെ ഓർക്കണം, ഉടഞ്ഞു പോയവരെ ഓർക്കണം, തളർന്നിരിക്കുന്നവരെ ഓർക്കണം. ദൈവത്തിൽ ധൈര്യപ്പെടട്ടെ. ഈ വാചകങ്ങളിലൂടെ ദൈവം അത് ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ.